ഹരിയാനയിലെ ബി.ജെ.പി. ജെ.ജെ.പി. സഖ്യം തകർന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിനെ മാറ്റി നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കി ബി.ജെ.പി. ഖട്ടർ സർക്കാർ രാജിവെച്ചതിന് പിന്നാലെയാണ് പുതിയ സർക്കാർ മണിക്കൂറുകൾക്കുള്ളിൽ അധികാരമേറ്റത്. മനോഹർലാൽ ഖട്ടറിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. നോബൽ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബൽ മാരിക്കാരൻ, പ്രതിസന്ധി ഒഴിവാക്കുന്നതിനായി ചടുലമായ ഒരു പരിപാടിയിലേക്ക് കടക്കുന്ന ബി.ജെ.പിയാണ് ഹരിയാനയിൽ നമ്മൾ കണ്ടത്. ജെ.ജെ.പിയിൽ നിന്ന് അടർത്തിയെടുക്കുന്ന 5 സ്വതന്ത്രർ, ഇതെല്ലാം ചേർത്ത് കണക്കൊക്കെ കൃത്യമല്ലേ ഇപ്പോൾ പുതിയ സർക്കാരിന്? ഹരിയാനയിൽ ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് മണിക്കൂറുകളിൽ തന്നെ പരിഹാരം കണ്ടെത്തുന്ന നീക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ ഉണ്ടായത്. ജെ.ജെ.പി. ബി.ജെ.പി. സർക്കാരായിരുന്നു അവിടെ സംസ്ഥാനത്ത് അധികാരത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കം ഈ സഖ്യത്തെ തകർത്തു. 10 സീറ്റിൽ 2 സീറ്റ് വേണം എന്ന് ജെ.ജെ.പി. ആവശ്യപ്പെട്ടതോടെ ബി.ജെ.പി നൽകാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. 2019 ഈ 10 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച പാർട്ടിയാണ് ബി.ജെ.പി. ആ 10 സീറ്റുകളും അവർ വിജയിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെ തീരുമാനം എന്നാണ് സംസ്ഥാന നേതൃത്വം നിലപാട് സ്വീകരിച്ചത്. അതിന് പിന്നാലെയാണ് ഈ സഖ്യം തകരുകയും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മനോഹർലാൽ ഖട്ടാർ രാജിവെക്കുകയും ചെയ്തത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഖട്ടാർ ഒഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പുതിയ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിശ്ചയിച്ചുകൊണ്ട് ബി.ജെ.പി. വളരെ ചടുലമായ നീക്കങ്ങൾ സംസ്ഥാനത്ത് നടത്തി എന്നാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിയായി, അതായത് പുതിയ മുഖ്യമന്ത്രിയായി ഇന്നിപ്പോൾ അല്പസമയത്തകം തന്നെ അതായത് സത്യപ്രതിജ്ഞ നടക്കുകയാണ്. അല്പസമയത്തകം സത്യപ്രതിജ്ഞ മനോഹർലാൽ ഖട്ടാറിന്റെ സ്ഥാനത്തേക്ക് പുതിയ മുഖ്യമന്ത്രി എത്തുകയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇന്നിപ്പോൾ അവിടെ ഉണ്ടായത്. നയാബ് സൈനിയാണ് അവിടുത്തെ പുതിയ മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം തന്നെ നടക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിന് മറ്റ് പ്രതീക്ഷകൾ ഇല്ല എന്നാണ് ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് 5 ജെ.ജെ.പി. എം.എൽ.എമാരെ അടർത്തിയെടുക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എം.എൽ.എമാരുടെ പിന്തുണ ബി.ജെ.പിക്ക് ഉണ്ട്. ഇന്നലെ തന്നെ ഈ ദുഷ്യന്ത് ചൗട്ടാല ജെ.ജെ.പി. അധ്യക്ഷൻ വിളിച്ച യോഗത്തിൽ നിന്ന് 5 എം.എൽ.എമാർ 10 എം.എൽ.എമാരാണ് പാർട്ടിക്കുള്ളത്. 5 പേർ വിട്ടുനിന്നിരുന്നു. അതിൽ 4 പേർ ഇപ്പോൾ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണെങ്കിലും ജെ.ജെ.പിയുടെ 5 എം.എൽ.എമാർ ബി.ജെ.പിക്ക് ഒപ്പമാണ് എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. നിരവധി സാഹചര്യത്തിൽ മറ്റ് പ്രതിസന്ധികൾ ഒന്നുമില്ലാതെ പുതിയ സർക്കാരിനെ രൂപീകരിക്കാൻ മണിക്കൂറുകൾക്കകം തന്നെ ബി.ജെ.പി. കഴിഞ്ഞു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ മനോഹർലാൽ ഖട്ടാർ കർണാലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കും എന്നാണ് ഇപ്പോൾ ബി.ജെ.പി. വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ആ പ്രതിസന്ധി പരിഹരിച്ചിരിക്കുന്നു. നിലവിൽ മറ്റ് പ്രതിസന്ധികളൊന്നുമില്ലാതെ ഹരിയാനയിൽ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. മനോഹർലാൽ ഖട്ടാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹരിയാനയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിലുള്ള ബി.ജെ.പി. നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തെ ഇപ്പോൾ എന്താണെങ്കിലും ലോക്സഭയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള നീക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.